തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘം പ്രതിനിധി സമ്മേളനവും ഏപ്രിൽ 12 നടക്കുന്ന നെയ്യമൃത് ഭക്തസംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരണവും നടന്നു. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുവാഞ്ചേരിയിൽ നടന്ന പരിപാടിയിൽ ഭക്തസംഘം ജനറൽ സെക്രട്ടറി MR രജീഷ് അധ്യക്ഷനായി. പഠനത്തിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊട്ടിയൂർ എത്തുമ്പോഴേക്കും ഒരു പൂർണ്ണനായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്രതക്കാലമാണ് നെയ്യാമൃതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമൂഹ്യ ബോധമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അനുഗുണമായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ, സ്വന്തം വ്യക്തിത്വത്തെ പരിപക്വപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വന്തം സത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള മറ്റൊരു കാഴ്ചപ്പാട് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടതാണ്. കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സമൂഹത്തിന്റെ നാനാ മേഖലയിൽ ഉൾപ്പെട്ട ആളുകൾ ജാതീയമായ യാതൊരു വേർതിരിവുകളുമില്ലാതെ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആളുകളെയും ചേർത്തിണക്കിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് കൊട്ടിയൂരിന്റെ ഉത്സവക്കാലം എന്ന് പറയുന്നത്. ആ ഉത്സവക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നെയ്യമൃത ഭക്തന്മാർ നെയ്യാട്ട പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു വളരെ പ്രധാനപ്പെട്ട ഈ തത്വചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ആദ്യം സ്വന്തം ശരീരവും മനസ്സും നന്നാക്കിക്കൊണ്ട് വ്യക്തിയെ ശുദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വ്യക്തിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനാകുമോ ആ കാര്യത്തെ മറയില്ലാതെ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കൊട്ടിയൂർ നാം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടിയൂരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ചേർന്നുകൊണ്ടുള്ള ഒരു ഉത്സവം, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഉത്സവമാണ് കൊട്ടിയൂരിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. അതിൽ ജാതീയമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉച്ചനീതിത്വങ്ങൾ തീർച്ചയായും സമൂഹത്തിന് അനുഗുണമായ സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായി സജീവമായിട്ട് നീ മുന്നിട്ടിറങ്ങുക എന്ന ആഹ്വാനമാണ് നെയ്യമൃത വ്രതക്കാലം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ എത്ര ശ്രേഷ്ഠമായാണത് ആചാരങ്ങൾ, എത്ര ശ്രേഷ്ഠമാണ് അതിന്റെ നിയമങ്ങൾ അതിൽ ഉൾച്ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ആചാര്യ സമൂഹത്തിന്റെ പ്രതിഭാവിലാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ കൊട്ടിയൂർ എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ്. ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ശിവൻ എന്ന് പറയുന്ന ആ ബിംബം തന്നെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്തരത്തിൽ മാറാൻ സാധിക്കും, ആ മാറാൻ സാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ശിവകുടുംബം എന്ന് പറയുന്നത്. ശിവകുടുംബം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മിശ്രമാണ് ശിവകുടുംബം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.